നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് കാണിക്കാൻ വരുന്നത് ഒരു പ്രത്യേക ഒരു ഔഷധമാണ്. ഇത് വളരെ ഔഷധ ഗുണമുള്ളതാണ്. പിന്നെ മാന്ത്രികത്തിന് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇത് രണ്ട് മാന്ത്രികത്തിന് ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ ഹോമത്തിനൊക്കെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. മുൾച്ചിനിങ്ങെന്ന് പറയും. അതായത് മുള്ള്, ഇത് ഭയങ്കര മുള്ള എന്ന് പറഞ്ഞാൽ ഇതൊരു പിന്നെ കൂടിപ്പോയ ഒരു 3 അടിക്കകത്തേ ഇത് പൊങ്ങുള്ളൂ. 2.5-3 അടിക്കകത്തേ പൊങ്ങുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു വളർച്ച. ഒരു കൂടിപ്പോയ ഒരു 2.5-3 അടിക്ക് അകത്തേ ഇത് പൊങ്ങുള്ളൂ. അതിന് കൂടുതൽ ഇത് പൊങ്ങാൻ സാധ്യതയില്ല. മഞ്ഞ കളറിലെ പൂ പൂക്കും. നമ്മളെ വെണ്ടയ്ക്ക കണക്കാണ് കായിരിക്കുന്നത്. ചെറിയ വെണ്ടയുണ്ടല്ലോ, അത് കണക്ക് കായ്ക്കും. പിന്നെ മഞ്ഞ കളറിലാണ് പൂവുള്ളത്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഈ അലർജിക്ക് ഏറ്റവും ബെസ്റ്റാണ്. അലർജിക്ക് ഏറ്റവും ബെസ്റ്റ് ഉള്ളതാണ്. അലർജി ഇന്ന് ഉള്ളതിൽ പിന്നെ ത്വക്ക് രോഗം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ ഈ ഉണ്ടാകുന്ന ഈ പാട്, ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഈ ഒരു ഔഷധം. ഇത് മാത്രമല്ല, ഇനിയും ഇത് 18 ഔഷധം നമ്മൾ ചേർത്താണ് ഇത് എടുക്കേണ്ടത്. അതിലൊരു ഈ അലർജി സംബന്ധമായിട്ട് രോഗങ്ങൾക്ക് എടുക്കുന്നത് 18 ഔഷധത്തിൽ ഒരെണ്ണമേ ഇത് വരുള്ളൂ കേട്ടോ. മുൾച്ചിനിങ്ങനാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മൾ കണ്ട് കാണും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഭയങ്കര മുള്ളായിരിക്കും. ഇങ്ങനെ തൊട്ടാൽ മതി, അങ്ങനെ നമ്മളെ കൈയെല്ലാം ഇങ്ങനെ പിടിച്ച് നിൽക്കും. ഇത് കണ്ട ഇല അത്രയും മുള്ളാണ്. ചെറിയ മുള്ളുകളാണ്. ഇതെല്ലാം മുള്ളു ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഈ ചെടിയുടെ ഒരു പ്രത്യേകത. ഇതിൽ ഒരുപാട് ഇനമുണ്ട്. ഇത് കുറ്റിച്ചെടിയാണ്. ഇതിൻ്റെ വേറെ ഒരു സൈസുണ്ട്. അത് പിന്നെ വലിയ ചെടി വരും. അത് വേറെ ഒരെണ്ണമാണ്. അതെന്ന് വിചാരിച്ച് ഇത് എടുക്കുന്നത്. ഇത് കുറ്റിച്ചെടിയാണ്. ഇത് കൂടിപ്പോയ ഒരു 2.5-3 അടിക്ക് കൂടുതൽ പൊങ്ങില്ല. ചെറിയ ചെടിയായിരുന്നു തന്നെ ഇത് ഉണങ്ങിപ്പോവും സാധാരണ. പക്ഷേ മറ്റുള്ള വേറൊരു ഇതേ ഇനത്തിൽ വേറെ ഒരു ചെടിയുണ്ട്. അത് പിന്നെ ഭയങ്കരമായിട്ടുള്ള ഇതായിട്ട് വരും. എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ വലിയ രീതിയിലൊരു കാട് പോലെ ആയിപ്പോവും. അതിൻ്റെ അകത്ത് അത് ഭയങ്കര കാടായി വരും. അത് വേറെയാണ്. ഇത് മുള്ളിച്ചെടി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ മുള്ളിച്ചെടി എന്നാണ് നമ്മൾ ഇതിൻ്റെ പേര് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് മുള്ളിച്ചെടി എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേരെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ 2 ഇനമുണ്ട്. ഇത് ചെടിയാണ്. ഇത് കുറ്റിച്ചെടിയാണ്. ഇത് ഔഷധത്തിന് എടുക്കുന്നത്. ഇതിൻ്റെ വേറെ ഒരു ഇനമുണ്ട്. വലിയ കാട് പോലെ ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് പക്ഷേ ഉപയോഗമില്ല. അത് വേറെയാണ്. ഇത് ചെറിയ കുറ്റിച്ചെടിയായിരിക്കും. ഈ ചെടി ഈ സീസണുകളിൽ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ മഞ്ഞ കളറിലെ പൂത്ത് ഇതിൻ്റെ വിത്തുകളൊക്കെ വിழுന്ന് വീണ്ടും പൊടിക്കുന്നതാണ്. ഇത് സീസണിൽ മാത്രം ഉണ്ടാവുന്ന ഒരു തൈകളാണ്. എല്ലാ സമയത്തും നമുക്കിത് ഉണ്ടാവത്തില്ല. ഈ മാസമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഔഷധങ്ങളൊക്കെ, ശരിക്കുള്ള ഔഷധങ്ങളൊക്കെ കിട്ടുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ വെയിൽ സമയമാകുമ്പോഴത്തേക്ക് ഇതൊക്കെ ഉണങ്ങി പട്ടുപോകും. അത് കഴിഞ്ഞാൽ ഇത് മഞ്ഞ കളറിലെ പൂക്ക് നമ്മൾ വെണ്ടയ്ക്കയുടെ മോഡലിൽ കായ്ക്കുകയും ചെയ്യും. ചെറിയ വെണ്ടയ്ക്ക ചെറിയ രീതിയിൽ കായ്ച്ച് അതിൻ്റെ വിത്ത് വിഴുന്നാണ് വീണ്ടും അത് പൊളിച്ച് വരുന്നത്. ഇതാണ് മുള്ളിച്ചെടി എന്ന് പറയുന്നത്. ഇത് വളരെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തൊട്ടാൽ മതി. നമ്മൾ വിരൽ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. അത്രയും മുള്ളാണ്. ഈ ഇല അത്രയും മുള്ളായിരിക്കും. ഇത് നമ്മൾ അലർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പിന്നെ ഔഷധമാണ്. അത് കഴിഞ്ഞ് മാന്ത്രികത്തിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണിത്. മാന്ത്രികത്തിന് ഉപയോഗിക്കും, അലർജിക്ക് ഉപയോഗിക്കണം. ഈ അലർജി എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, ഇനിയും 18 പിന്നെ പച്ചിലയിൽ ഇത് എനിക്ക് ഉള്ള വേറെ ഐറ്റം പച്ചിലയിലൊക്കെ ഉണ്ട്. ഇത് അല്ലാതെ ഒരു 18 ഇനം പച്ചിലയിലുണ്ട്. അതെല്ലാം ചേർത്താണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് നിങ്ങൾ ഈ വീഡിയോ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ഇനിയും നമ്മൾ ഓരോ ഔഷധങ്ങൾ നമ്മൾ കാണിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഔഷധ കൂട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് മുള്ളിച്ചെടി എന്ന് പറയുന്നത്. മുള്ളി എന്ന് പറഞ്ഞാൽ ഇത് വളരെ ചെറുതാണ്. പിന്നെ ഇത് സകലം കൂടെ വരുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോവും. ഈ വെയിൽ അഴിച്ചു കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വേറെ ഒരു ഇനമുണ്ട്. അത് കാട് പോലെ വളരും. അതിന് വിചാരിക്കരുത്. നമ്മൾ ഇത് കാണിക്കുമ്പോൾ കണ്ടാവും. ഇത് ഒരു ചെറിയ ഒരു
ചെടി ഇനത്തിലുള്ളതാണ്. ഓക്കെ, നന്ദി, നമസ്കാരം. ഇനി അടുത്ത മരുന്നുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.